IPL സീസണിലെ ആദ്യഘട്ട മത്സരങ്ങൾക്ക് അവസാനമായി. ഇനി നിർണായക പ്ലേ ഓഫ് പോരാട്ടങ്ങൾ. ആദ്യഘട്ടത്തിലെ അവസാന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിൽ ഏറ്റുമുട്ടി. ആദ്യ ക്വാളിഫയറിന് യോഗ്യത നേടാൻ RCBക്ക് വിജയം അനിവാര്യമായിരുന്നു. സീസണിൽ നിന്ന് പുറത്തായ ലക്നൌവിന് ആത്മവിശ്വാസം വീണ്ടെടുക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ വിജയപരാജയങ്ങളുടെ പേരിലല്ല, ക്രിക്കറ്റിലെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ പേരിലാണ് ഈ മത്സരം അറിയപ്പെടുക. ഈ സീസണിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ സംഭവിച്ച മത്സരമായിരുന്നു അത്. സീസണിലാദ്യമായി ഋഷഭ് പന്ത് ഫോമിലേക്ക് ഉയർന്ന മണിക്കൂറുകൾ. ഹൈറിസ്ക് ഷോട്ടുകൾ പരമാവധി ഒഴിവാക്കിയുള്ള ഇന്നിംഗ്സ്. ആരാധകർ ആഗ്രഹിച്ച ഋഷഭ് പന്തിനെ കളത്തിൽ കണ്ടു. ബാറ്റിംഗ് വിസ്ഫോടനവുമായി ഋഷഭ് സെഞ്ചുറിയിലേക്ക് നീങ്ങി. ആ നേട്ടം പൂർത്തിയാക്കിയതും പന്തിന്റെ ബാക്ക് ഫ്ലിപ്പ് സെലിബ്രേഷൻ. നേർലൈനിലുള്ള കൈകാലുകൾ കൊണ്ട് വായുവിൽ നടത്തുന്ന അഭ്യാസം. തലകീഴായി മറിയുന്ന ഒരു മനോഹര രംഗം. ഈ സീസണിലുണ്ടായ തിരിച്ചടികളിൽ നിന്ന് താൻ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് ആ നിമിഷം ഋഷഭ് ഓർമ്മിപ്പിച്ചു. പന്തിന്റെ സെഞ്ചുറി ബലത്തിൽ ലക്നൌ മികച്ച സ്കോർ ഉയർത്തി. പക്ഷേ RCB അനായാസം തിരിച്ചടിച്ചു. ഫിൽ സോൾട്ട്, വിരാട് കോഹ്ലി, മയങ്ക് അഗർവാൾ എന്നിവരുടെ നിർണായക സംഭാവനകൾ. എന്നാൽ മത്സരം RCBയുടെ വരുതിയിലാക്കിയത് ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയാണ്. പലതവണ വിക്കറ്റ് നഷ്ടത്തിൽ നിന്നും ജിതേഷ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതിലൊന്ന് 17ാം ഓവറിലെ ആദ്യ പന്തിൽ. ലക്നൌ സ്പിന്നർ ദിഗ്വേഷ് രാതി എറിഞ്ഞ പന്തിൽ ജിതേഷിന്റെ റിവേഴ്സ് കൂപ്പ് പിഴച്ചു. ജിതേഷിന്റെ ഷോട്ട് ആയുഷ് ബദോനിയുടെ കൈപ്പടിയിലായി. ദിഗ്വേഷ് നോട്ട്ബുക്ക് സെലിബ്രേഷൻ ആരംഭിച്ചതാണ്. പാതി വഴിയിൽ ടീമിനെ കൈവിടേണ്ടി വന്ന ജിതേഷ് നിരാശയിൽ ഗ്രൗണ്ടിലിരുന്നു. പക്ഷേ നോബോൾ സൈറൻ മുഴങ്ങി. തൊട്ടടുത്ത പന്തിൽ ദിഗ്വേഷിനെ നിലം തൊടാതെ ഗ്യാലറിയിലെത്തിച്ച് ജിതേഷ് നിരാശ തീർത്തു. ഓവറിലെ അവസാന പന്തിൽ ജിതേഷിനെ പുറത്താക്കാൻ ദിഗ്വേഷിന്റെ മറ്റൊരു ശ്രമം. ഇത്തവണ മങ്കാദിംഗ് നടത്താനായി ദിഗ്വേഷ് ശ്രമിച്ചു നോക്കി. പന്തെറിയും മുമ്പ് ക്രീസ് വിട്ടിറങ്ങിയ ജിതേഷിനെ മങ്കാദിംഗ് നിയമത്തിൽ ദിഗ്വേഷ് റണ്ണൌട്ടാക്കി. പക്ഷേ ലക്നൌ നായകൻ ഋഷഭ് പന്ത് ദിഗ്വേഷിന്റെ അപ്പീൽ പിൻവലിച്ചു. നോട്ടൌട്ട് എന്ന് സ്ക്രീനിൽ തെളിഞ്ഞത് കണ്ട് ജിതേഷ് ഋഷഭിനെ വാരിപ്പുണർന്നു. കമന്ററി ബോക്സിൽ നിന്ന് പറഞ്ഞു, "നോട്ട് ഔട്ട് ഗിവൻ ഇറ്റ്, നോട്ട് ഔട്ട് ഇറ്റ് ബിക്കോസ് ഓഫ് ഋഷഭ്. സെഡ് നോ, വി ഡോണ്ട് വാണ്ട് ദിസ് വിക്കറ്റ് ഈവൻ ദോ ഹി വാസ് ഔട്ട്സൈഡ് ദ ക്രീസ്." അപ്പീൽ നിലനിന്നിരുന്നെങ്കിലും ജിതേഷ് ഔട്ടാകില്ലെന്നത് മറ്റൊരു സത്യം. കാരണം ബൗളറുടെ ആക്ഷൻ ഏകദേശം പൂർത്തിയായിരുന്നു. അധികം താമസിക്കാതെ ജിതേഷ് RCBയെ വിജയത്തിലെത്തിച്ചു. 6ാം നമ്പറിൽ ജിതേഷ് ക്രീസിലെത്തുമ്പോൾ RCBക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് 105 റൺസായിരുന്നു. അതിൽ 85ഉം സംഭാവന ചെയ്തത് ജിതേഷിന്റെ ബാറ്റിംഗ്. ഡഗ്ഔട്ടിൽ വിരാട് കോഹ്ലിയുടെ വിജയാഘോഷം ഗ്യാലറിയിലെ ആരാധക സമൂഹത്തിന് തുല്യമായിരുന്നു. വിജയപരാജയങ്ങൾക്കപ്പുറത്ത് ഇരു ടീമുകൾക്കും ആഘോഷിക്കാം ക്രിക്കറ്റിന്റെ മാന്യത ഉയർത്തിയതിന്.